ഹലോ, ഇന്നിപ്പോൾ നമ്മളുള്ളത് തൃശ്ശൂർ ജില്ലയിലെ പീച്ചി ഡാമിലാട്ടോ. അപ്പോൾ നമ്മൾ ഡാമിലേക്കായിട്ട് വന്നതല്ല, ഞങ്ങൾ ഒരു ഹോസ്പിറ്റൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് പാലക്കാട്ട് പോയിട്ടുണ്ടായിട്ടോ. എന്നെ അറിയുന്നവർക്ക് അറിയുമായിരിക്കും, അശ്രുവിൻ്റെ നാട് പാലക്കാടാണ്. അപ്പോൾ അങ്ങനെ പാലക്കാട് നിന്ന് വരുന്ന വഴിക്കാട്ടോ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തി. അപ്പം അതുകൊണ്ട് തന്നെ മൂന്നാളുടെ മുഖത്തും നല്ല ക്ഷീണമുണ്ട്. നല്ലോണം ട്രാവൽ ചെയ്തതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. മാത്രമല്ല എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് മഴയൊന്നും കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങോട്ടേക്ക് പോവുകയാണ് ഉള്ളിലേക്ക്. അപ്പോൾ അവിടെ എൻട്രി ഫീ ഉണ്ട്, 20 രൂപ അങ്ങനെ എന്തോ ഉള്ളൂ കേട്ടോ എൻട്രി ഫീ. ആദ്യമായിട്ടാട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഇവിടുത്തെ ഏറ്റവും പഴക്കം കൂടി അങ്ങനെ എന്തോ ഒരു ജലസേചന പദ്ധതി എന്തോ ആണ് കേട്ടോ. പിന്നെ തൃശ്ശൂരിൽ ഏകദേശം എല്ലായിടത്തേക്കും വെള്ളം എത്തുന്നതൊക്കെ ഈ ഡാമിൽ നിന്നാണെന്നാണ് എൻ്റെ ഒരു അറിവ്, എനിക്കറിയില്ല. അപ്പോൾ ഇവിടെ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ എത്തിയത് അങ്ങനത്തെ ഒരു സമയം ആയതുകൊണ്ട് അങ്ങനെ ആൾക്കാരും ഉണ്ടായില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾ 3 പേരേ ഉണ്ടാവുള്ളൂ. പിന്നെ അവിടുത്തെ സ്റ്റാഫുകളും പിന്നെ ഒരു വർക്കിംഗ് ഡേ കൂടിയായിരുന്നു കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ആരും ഉണ്ടായില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയമാകുമ്പോഴേക്കാണ് ഓരോരോ ആൾക്കാർ വരാൻ തുടങ്ങിയത് തന്നെ. കപ്പിൾസും അതേപോലെ സ്റ്റുഡൻസും അങ്ങനെ ഓരോ ആൾക്കാർ വരാൻ തുടങ്ങിയത്. പിന്നെ ഇവിടെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് പാർക്ക് അങ്ങനെ ഓരോ സെക്ഷനായിട്ട് പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഐഷിപ്പയാണെങ്കിൽ എല്ലാത്തിലും കയറി കളിച്ചു. ആദ്യമൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ഓരോന്നിലും അവളെ കയറ്റണമായിരുന്നു. പക്ഷെ ഇപ്പോൾ അവൾ ഒറ്റയ്ക്ക് തന്നെ ആ സ്റ്റെപ്പൊക്കെ കയറി സ്ലൈഡൊക്കെ ഇറങ്ങാൻ തുടങ്ങി കേട്ടോ. അവൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്. എന്താ പറയുക, ഭയങ്കര ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ ആൾക്കാരും കുറവായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങനെ വലിയ ഒച്ചപ്പാടോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ഇതാട്ടോ ഡാമിൻ്റെ ഷട്ടർ വരുന്നത്. അപ്പം എന്താ പറയുക, പിന്നെ പപ്പയും മോളൊക്കെ ഇരുന്ന് ഊഞ്ഞാലാടുകയാണ്. പിന്നെ വലിയവർക്ക് പറ്റിയ സൈസുള്ള ഊഞ്ഞാലുകളും ഉണ്ട് കേട്ടോ. ഈ നമ്മൾ മറ്റേ മരത്തിനെ കൊണ്ടൊക്കെ ഉണ്ടാക്കില്ലേ, അങ്ങനെയുള്ള വലിയ ഊഞ്ഞാലുകളൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ ഇവിടെ കുട്ട സവാരി, നമ്മളെ കുട്ട കൊണ്ടുള്ള മറ്റേ ബോട്ടിംഗ് ഉണ്ടല്ലോ, കുട്ടയിലിരുന്നിട്ടുള്ള അതൊക്കെ അവൈലബിൾ ആട്ടോ. പക്ഷെ ഞങ്ങൾ അതിലൊന്നും പോയിട്ടില്ല. ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എറണാകുളത്തേക്ക് വരണമായിരുന്നു. കാരണം മഴയൊക്കെ ആണല്ലോ ക്ലൈമറ്റ്. അപ്പോൾ മഴ വരുന്നതിന് മുന്നേ വീട് പിടിക്കാനുള്ള പരിപാടിയിലായിരുന്നു ഞങ്ങൾ. എന്നാലും ഞങ്ങളൊരു 2-2.5 മണിക്കൂറൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തേ. നല്ല അടിപൊളി ക്ലൈമറ്റും ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. നല്ല വെയിലും ഇല്ല, എന്നാൽ ആ ഒരു മഴയും ഇല്ല, ആ ഒരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ പോയ സമയത്ത്. പിന്നെന്താ, പിന്നെ ഐഷ് ഇങ്ങനെ എല്ലാത്തിലൊക്കെ എന്തായാലും എല്ലാവർക്കും ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയ അടിപൊളി സ്പോട്ടാട്ടോ ഇത്. പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവർ ടാറ്റാ.